തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ എഡിജിപിയുടെ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഡിജിപി. റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പരിശോധിക്കാനിരിക്കെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ദേവസ്വങ്ങളെ പഴിചാരുന്നതായാണ് എഡിജിപിയുടെ റിപ്പോർട്ടെന്ന വിവരം. പൂരം കലക്കിയതിൽ വനം വകുപ്പിനും പങ്കെന്ന് പാറമേക്കാവ് ദേവസ്വം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി എഡിജിപി കൈമാറിയ റിപ്പോർട്ട് പരിശോധിക്കാനിരിക്കെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം അറിയിക്കുന്നത്. എഡിജിപിയുടെ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണം വേണമെന്നതാണ് ഡിജിപിയുടെ ആവശ്യം. വേണമെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഡിജിപി അറിയിച്ചു. പൂരം നടന്ന ദിവസം രാവിലെ മുതൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ദേവസ്വങ്ങൾ പരാതി ഉന്നയിച്ചിട്ടും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നില്ല. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് മുതൽ മടത്തിൽ വരവിലും വെടിക്കെട്ടിലുമൊക്കെ പോലീസിന്റെ അനാവശ്യ ഇടപെടലുണ്ടായി. കുടമാറ്റത്തിനായുള്ള കുടകളും ആനകൾക്കുള്ള പട്ടയും പോലീസ് കടത്തിവിട്ടിരുന്നില്ല. രാത്രിയോടെ ബാരിക്കേഡുകൾ വെച്ച് സ്വരാജ് റൗണ്ടിലേക്കുള്ള റോഡുകൾ പോലീസ് കെട്ടിയടച്ചു. വിളക്കുമാടത്തിൽ തിരിതെളിയിക്കാനെത്തിയ ആളെയടക്കം പോലീസ് മർദ്ദിച്ചതായും പരാതി ഉയർന്നു. പിന്നീട് വലിയ ജനവികാരമാണ് ഉയർന്നിരുന്നത്. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ പരിചയക്കുറവാണ് കാരണമെന്ന് കാട്ടി പൂരം കലക്കിയവരെ സംരക്ഷിക്കുന്നതാണ് എഡിജിപിയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയും പരാമർശമുണ്ടെന്നാണ് വിവരം. പരാതി ഉന്നയിച്ച ദേവസ്വങ്ങളെ പഴിചാരുന്ന നിലപാടാണ് പോലീസിന്റേത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നപ്പോൾ വിമർശനവുമായി ദേവസ്വങ്ങളും CPIM അടക്കം രംഗത്തെത്തിയിരുന്നു. മുൻമന്ത്രി VS സുനിൽകുമാറും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. പൂര ദിവസം സ്ഥലത്തുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭാവം സംശയത്തിലേക്ക് വഴിവെക്കുന്നതാണ്. അതേസമയം പൂരം കലക്കിയതിനു പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുവെന്നും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം അതിന്റെ ഭാഗമാണെന്നും പാറമേക്കാവ് ദേവസ്വം ആരോപിച്ചു. ജനം, തൃശൂർ.